അമിത്ഷായെ പോലെ ഈ രാജ്യത്തിന്റെ മുഴുവൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ആശയത്തെ തന്നെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന വ്യാജ ഏറ്റുമുട്ടലുകളിലൂടെ ഒരു സമുദായത്തെ മുഴുവൻ ഭീകരവാദികളായി ചിത്രീകരിക്കാൻ ശ്രമിച്ചെന്ന ഒരു നരാധമനെ ക്ലീൻ ചിറ്റ് കൊടുത്ത് രക്ഷപ്പെടുത്തിയ ലോക്നാഥ് ബെഹ്റ പിണറായി വിജയന്റെ സഹായിയായി മാറിയത് എങ്ങനെയാ? പിണറായി വിജയൻ ഏറ്റവും വിശ്വസ്തനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി മാറിയത് എങ്ങനെയാ? അയാൾ റിട്ടയർ ചെയ്തിട്ടും അയാളുടെ ഈ ക്രെഡൻഷ്യൽസ് എല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ അയാളെ KMRL ചെയർമാനാക്കി ഇരുത്തി നമ്മുടെ നികുതിപ്പണം കൊടുത്ത് തീറ്റിപ്പോറ്റുന്നത് എന്തിനാ? അവിടെയാണ് ഇതിന്റെ മുഴുവൻ കിടക്കുന്നത്. ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്നത് BJPയും പിണറായി വിജയനും എതിരെ കൂടെയുള്ള പാലമാണ്. ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞതിനോട് ഞാൻ ചെറുതായിട്ട് വിയോജിക്കുന്നു. CPM അറിയാൻ പാടില്ലാത്തതല്ല, പക്ഷെ കേരളത്തിൽ ഇന്ന് CPM ഇല്ല. കേരളത്തിൽ പിണറായിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. പിണറായി പറഞ്ഞാൽ ഇരിക്കാനും ചെയ്യണം. പിണറായി പറഞ്ഞാൽ ഞാൻ പറയാം, പിണറായി പറഞ്ഞാൽ ഇരിക്കാനും കിടക്കാനും മാത്രമല്ല, ഒരുപക്ഷെ ഈ പാർട്ടിയെ മുഴുവൻ BJPയിലേക്ക് ചേർത്താൽ പോലും ഒരക്ഷരം മിണ്ടാത്ത പിണറായിസ്റ്റുകൾ മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ. കേരളത്തിൽ CPM എന്ന് പറഞ്ഞില്ല. CPM ഒക്കെ എന്നേ തീർന്നു. ഇന്ന് പിണറായി വിജയന്റെ അടിമക്കൂട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അവരെന്തിനേയും ന്യായീകരിക്കും, അവരെന്തിനും ചെയ്യും. നൗഷാദ് MLA കുറെ കണക്കൊക്കെ ഇവിടെ പറഞ്ഞു. ഇന്ത്യയിൽ കോൺഗ്രസിൽ നിന്ന് മാത്രമാണോ പോയത്? ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെ MLA മാർ BJPയിൽ പോയില്ലേ? മറ്റു പാർട്ടികളിൽ നിന്ന് പോയിട്ടില്ലേ? ശിവസേനയിൽ നിന്ന് പോയില്ലേ? NCPയിൽ നിന്ന് പോയില്ലേ? എല്ലായിടത്തു നിന്ന് പോയിട്ടില്ലേ? ഇന്ന് BJP ഉപയോഗിക്കുന്ന ഈ അധികാരത്തിന്റെ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഈ ബഹിസ്ഫുരതയെ മുഴുവൻ ഇല്ലാതെയാക്കുന്നതിന് അതിനെതിരെയുള്ള കൂടിയാണ് ഞങ്ങളുടെ പോരാട്ടം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ. ആകെ കൂടി ഉണ്ടായിരുന്നത് വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലാണ്. എത്ര പേര് പോയി? ശ്രീ നൗഷാദ് MLA, അശോക് ദിന്ദ, തപസി മണ്ഡൽ, ഗഗൻ മുർമു MLA ആയിരിക്കുമ്പോ പോയതാണ്. സ്വദേശ് രഞ്ജൻ നായിക്ക്, ദീപാലി ബിശ്വാസ്, നികുഞ്ച പൈക്ക്, അങ്കഡ് ബൗരി, ദേബ്രപ്രസാദ് റോയ്, ജ്യോതിർമയി സിക്ദാർ, വിശ്വജിത് ദത്ത, ജിതേന്ദ്ര സർക്കാർ, മനോരഞ്ജൻ ആചർജി, ജയ് കിഷോർ ജമാത്തിയ. എത്ര പേരാ? 2 സംസ്ഥാനത്ത് മാത്രം ഉണ്ടായിരുന്ന ഈ പാർട്ടിയിൽ നിന്ന് പോയവരാണ് MP-മാരും MLA മുഴുവൻ. ഇനി അതാണോ ഈ പാർട്ടി ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും അധികാരത്തിൽ നിന്നും മാറിയിട്ട് അവരുടെ മുഴുവൻ വോട്ടർ ബേസ് BJPക്ക് പോയില്ലേ? പാർട്ടി ഓഫീസ് ഉൾപ്പെടെ പോയില്ലേ? കർണാടകയിലെ സംഭവം പറഞ്ഞു. കർണാടകയിൽ 13 MLA-മാർ ഞങ്ങളുടെ പോയി. പക്ഷെ ഞങ്ങളിൽ വിശ്വാസമുള്ള വോട്ടർമാർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ 3-2 ഭൂരിപക്ഷത്തോടു കൂടി BJPയെ കർണാടകയിൽ നിന്ന് പുറത്താക്കി. നിങ്ങൾക്ക് തിരിച്ചു വരാൻ നിങ്ങളുടെ അണികളുണ്ടോ? നിങ്ങളുടെ പാർട്ടി ഓഫീസുകൾ പോലും ബോർഡ് ഉൾപ്പെടെ കൊണ്ടുപോയില്ലേ? എന്നിട്ട് നാണം കെട്ട വർത്താനം ഇവിടെ എന്നിട്ട് പറയാണ് BJPക്ക് വേണ്ടി പണിയെടുക്കുന്ന BJPയുടെ റിക്രൂട്ടിംഗ് ഏജൻസ് ആണ് കേരളത്തിലെ പിണറായിസ്റ്റുകൾ. അത് മറക്കണ്ട. ഈ പാർട്ടി ഇന്ന് ഞാൻ പറഞ്ഞേ, ഈ രാജ്യത്ത് ഹിന്ദുത്വ വർഗീയവാദത്തിന്റെ ഭരണഘടനയെ പോലും അട്ടിമറിക്കാൻ പോകുന്ന ഈ ഒരു ശക്തിയായിട്ട് നിൽക്കുമ്പോൾ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഈ രാജ്യത്തിന്റെ ക്രിമിനൽ പ്രൊസീജിയറിനെയും IPCയും ഉൾപ്പെടെ അട്ടിമറിച്ചുകൊണ്ട് ഒരു എന്താ പറയുക ഒരു ഭയങ്കരമായ അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഡ്രക്കോണിയൻ ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാനം ഉണ്ടാക്കിയ മീറ്റിംഗിൽ, ഉത്തരാഖണ്ഡിലെ മീറ്റിംഗിൽ ഈ ഇന്ത്യയിൽ BJPയിൽ നിന്നല്ലാതെ പങ്കെടുത്ത ഒരേ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയനാ. ലോക്നാഥ് ബെഹ്റയാണോ കൈപിടിച്ച് ആ മീറ്റിംഗിൽ കൊണ്ടുപോയത്? പറയണം. ഞാൻ ആരോടും ഉന്നയിക്കാൻ CPM പറയണം, മറുപടി പറയണം. ലോക്നാഥ് ബെഹ്റയാണോ IPCയും